ഹായ് ഫ്രണ്ട്സ്, സുധാസ് ഡ്രീം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അഫ്ഗാനി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നമുക്കൊരു ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വെല്ലുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിയില, ഇതെല്ലാം കൂടി അരച്ചിട്ട് ഒരു ഗ്രീൻ പേസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. പിന്നെ നമുക്കൊരു വൈറ്റ് പേസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഒരു പിടി കാഷ്യൂ, ഒരു പിടി ബദാമും കൂടി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണത്. ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ പേസ്റ്റും വൈറ്റ് കളർ പേസ്റ്റും കൂടി തയ്യാറാക്കിയിട്ട് വരാം. പിന്നെ നമ്മളെ പേസ്റ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് 1/4 കപ്പ് കേട്, 1/4 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ നമ്മൾ അരച്ച് വെച്ച വൈറ്റ് പേസ്റ്റ്, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രീൻ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, കുറച്ച് മെത്തി ലീവ്സ്, ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം കുറച്ച് ബട്ടർ ഇതിലേക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പട്ട പൊടിച്ച് ഇത് ചേർത്ത് നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്ത് നമ്മൾ ചിക്കൻ വേവാൻ വെക്കുക. പിന്നെ ഗ്രേവി തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കുക്കാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം. അപ്പോൾ നമുക്കത് റെഡി ആകുമ്പോഴേക്കും ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ 2 മുട്ടയും കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഓംലേറ്റിൽ ആണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓംലേറ്റ് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലോണം കവർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില, അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.